പോറ്റിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുമോ? ഇല്ലല്ല, ഇത് പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ. ഇത് അതിന് പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം. അപ്പൊ ഈ 39-40 ദിവസം ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയായിരുന്നു? അയ്യപ്പന്റെ സ്വത്താണ്, വിശ്വാസികൾ അവിടെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് കൊണ്ടുപോയി നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് അത് പണമാക്കി മാറ്റി. ഹൈക്കോടതിയുടെ വിധിയുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ദേവസ്വം മാനുവൽ ഉണ്ട്, ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ്. അപ്പൊ ദേവസ്വം ബോർഡാണ് പ്രതിയായത്. പിന്നെ ദേവസ്വം ബോർഡ് പ്രതിയാണ്, അന്നത്തെ പ്രസിഡന്റും മെമ്പർമാരും എല്ലാം പ്രതികളാണ്. ഇതെല്ലാം പിന്നീട് അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഇതെല്ലാം മൂടിവെച്ചു, പുറത്തറിയുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി എന്തുകൊണ്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് സ്വീകരിച്ചില്ല? എടുക്കായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങും എന്നിവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് കൂടി ചെയ്തു. കൊടുത്തത് മുഴുവൻ ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഇവരെന്ത് ചെയ്തു? ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോ വീണ്ടും ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി വീണ്ടും കട്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിയത്. അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി വിധി കൃത്യമാണ്. 2025 ജൂലൈ 30 തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. കോടതി ചോദിക്കുകയാണ് 7 ദിവസം കഴിഞ്ഞപ്പോ 8 തീയതി വീണ്ടും കത്താണ് മലക്കം പറഞ്ഞു ദേവസ്വം കമ്മീഷൻ. 21 മൂന്നാമത്തെ കത്തി പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു. ഇപ്പൊ മാന്യം ചമയുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് പൂശാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ? വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി ഇടപെട്ട് അയ്യപ്പൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഇതും പോയേനെ അയ്യപ്പന്റെ തങ്കവിഗ്രഹവും പോയേനെ. ഇത് രണ്ടും കൊണ്ടുപോയതിനു മുമ്പ് യുമായി ബന്ധപ്പെട്ട് അനന്തവുമായിട്ട് ശിവൻകുട്ടി അടക്കമുള്ള ഒരു സിപിഐയുടെ പാർട്ടി ഓഫീസിലൊക്കെ പോയി. അതൊക്കെ അവര് പോയിക്കോട്ടെ, അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമല്ല. ഇതിന്റെ അകത്ത് വിഷയം എന്താണ്? 10 പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു. ഇതുവരെയുള്ള സിപിഎമ്മിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താ? ഇതിന് 2 ആഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ. 10 എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്. എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16 ഒപ്പുവയ്ക്കുന്നു. 22 മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ സിപിഐ മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ 2 പേരും മൗനം അവലംബിക്കുന്നു. എന്ത് കള്ളത്തരമാണ് കൂടെയുള്ള മന്ത്രിമാരോട്, മന്ത്രിസഭയിലെ മന്ത്രിമാരോട് കാണിക്കുന്നത്. 16 ഒപ്പുവെച്ചെന്ന് പറഞ്ഞാൽ പോലെ ഇത് പുറത്തു വരൂല്ലേ? 16 ഒപ്പുവെച്ചത് 22 മന്ത്രിസഭയിലും പറയുന്നില്ല. പിന്നെ MA ബേബി അറിഞ്ഞിട്ടില്ലല്ലോ ഈ സംഭവം, ഒപ്പുവെച്ചത് സംഭവം. സിപിഎമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവയ്ക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കില്ലേ? MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. അതുപോലെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സിപിഎം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയമില്ലേ ഇക്കാര്യത്തിൽ? നയമില്ലേ? സീതാറാം യെച്ചൂരിയാണെങ്കിൽ നടക്കില്ലായിരുന്നു, ഒപ്പുവെക്കില്ലായിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്തത് അല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി പറഞ്ഞത്. ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അതല്ലല്ലോ. 10 ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത്. അത് പറഞ്ഞേ മതിയാവും. അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം. 10 കഴിഞ്ഞ ശേഷം നയം കീഴ്മേൽ മറിയുകയാണ്, മലക്കം മറിയുകയാണ്, ശിവൻകുട്ടിയും മറിയുകയാണ്, മുഖ്യമന്ത്രിയും മറിയുകയാണ്, എല്ലാവരും മറിയാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. ഏടാ, നിങ്ങൾ വെള്ളത്തിലാണ്. കൈരളിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കണമെന്നറിയാം. താങ്കളുടെ ഇത് കാണാൻ നിങ്ങൾ വെള്ളത്തിലാണ്. നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി, കേരളത്തിലെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കബളിപ്പിക്കുക. നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കുക നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാ.
കൂടെയുള്ള മന്ത്രിമാര് കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷി എടി ഏത് CPI എന്ന് ചോദിക്കുക, ഏത് CPI എന്ന്. അതൊന്നും കാര്യമില്ലെന്ന്. എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ? പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? LDF-ലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഘടകകക്ഷികൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം? ആരാ ബ്ലാക്ക്മെയിൽ ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്തു? അതാണ് ഞങ്ങൾക്ക് അറിയാം.